നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തരിച്ച MLA വാഴൂർ സോമന് വിട നൽകി നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പഴയ പാമ്പനാറിൽ നടന്നു. ഓർമ്മയായത് അരനൂറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ജനപ്രതിനിധി. മൂവാറ്റുപുഴയിൽ മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. നട്ടെല്ലിനും കഴുത്തിനും ഗുരുതര പരിക്ക്. കസ്റ്റഡി മർദ്ദനത്തിനെതിരെ യുവാവ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി. കോട്ടയം നഗരത്തിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 7 പേരെ ആക്രമിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഓണപ്പുലരിയെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി മൂവാറ്റുപുഴയിൽ വനിതാ കർഷകരുടെ ചെണ്ടുമല്ലി പാടം. ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ ചെണ്ടുമല്ലി കൃഷി വൻ വിജയം. വാർത്തകൾ വിശദമായി. ഇന്നലെ അന്തരിച്ച പീരുമേട് MLAയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ വാഴൂർ സോമന് രാഷ്ട്രീയ കേരളത്തിന്റെ യാത്രാമൊഴി. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരെയും തോട്ടം തൊഴിലാളികളെയും സാക്ഷിയാക്കി പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിലെ പൊതുദർശനത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഭൗതിക ശരീരം വാളാടിയിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ 11 മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ വീട്ടിലും ടൗൺ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ തിരുവനന്തപുരം PTP നഗറിൽ നടന്ന റവന്യൂ അസംബ്ലിയിൽ ഇടുക്കിയുടെ വിവിധ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച വാഴൂർ സോമൻ ഉച്ചയോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണം.
ജന്മനാടിനെ എന്നും നെഞ്ചോട് ചേർത്ത നേതാവായിരുന്നു അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമൻ എന്ന KC സോമൻ. വാഴൂരിലെ കുടുംബ വീട്ടിൽ ജ്യേഷ്ഠൻ KP ദാസും കുടുംബവുമാണ് താമസിക്കുന്നത്. ചെറുപ്പകാലത്ത് വാഴൂരിൽ നിന്ന് പീരുമേട്ടിലേക്ക് കളം മാറിയ സോമൻ എന്നും നാടുമായി ആത്മബന്ധം സൂക്ഷിച്ചിരുന്നുവെന്ന് CPI വാഴൂർ ലോക്കൽ സെക്രട്ടറി PM ജോൺ പറഞ്ഞു. തന്റെ പേരിനൊപ്പം ജന്മനാടിന്റെ പേര് അഭിമാനത്തോടെ നിലനിർത്തിയ നേതാവായിരുന്നു വാഴൂർ സോമൻ. ഇടയ്ക്കിടെ വാഴൂർ 17-ാം മൈലിലെ ഇലവനാക്കുന്നേൽ കുടുംബ വീട്ടിലെത്തിയിരുന്ന സോമൻ എല്ലാവരുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്നു. വാഴൂരിലെ കുടുംബ വീട്ടിൽ ജ്യേഷ്ഠൻ KP ദാസും കുടുംബവുമാണ് താമസിക്കുന്നത്. വാഴൂർ SVRV NSS ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ സോമൻ വാഴൂർ NSS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഇക്കാലത്ത് AISFന്റെ സജീവ പ്രവർത്തകനും പിന്നീട് വിദ്യാർത്ഥി നേതാവുമായി മാറി. പഠനം കഴിഞ്ഞതോടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 22-ാം വയസ്സിൽ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനായി പീരുമേട്ടിലെത്തിയത്. AITUCയുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചത് സോമനെയായിരുന്നു. പീരുമേട്ടിലെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾക്കൊപ്പമായിരുന്നു സോമന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. കിഴക്കൻ മേഖലയിൽ തേയിലത്തൊഴിലാളികളുടെ ആദ്യ യൂണിയൻ രൂപീകരിച്ചത് സോമന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതേ തുടർന്ന് തോട്ടം മാനേജ്മെന്റുകളുടെ ക്രൂര പീഡനത്തിനിരയായി. പാർട്ടി നിർദ്ദേശപ്രകാരം ഉത്തരേന്ത്യയിലും ദീർഘകാലം പ്രവർത്തിച്ചു. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും സോമൻ പ്രാവീണ്യം നേടി. തമിഴിലും മലയാളത്തിലും മനോഹരമായി പ്രസംഗിക്കാൻ സോമന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. നിസ്വാർത്ഥമായി പ്രവർത്തിച്ച അദ്ദേഹം തൊഴിലാളികൾക്കിടയിലെ പ്രിയപ്പെട്ട നേതാവായി മാറി. CPIയുടെ നിർദ്ദേശപ്രകാരം പാർട്ടി കാര്യങ്ങൾ പഠിക്കാനായി 6 മാസം റഷ്യയിലും താമസിച്ചിട്ടുണ്ട്. സ്ഥലം MLA അല്ലെങ്കിലും വാഴൂരുകാർക്ക് എന്ത് ആവശ്യത്തിനും ബന്ധപ്പെടാൻ സോമൻ ചേട്ടനുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് വാഴൂരിൽ നിന്നും പീരുമേട്ടിലേക്ക് കളം മാറിയ സോമൻ എന്നും നാടുമായി ആത്മബന്ധം സൂക്ഷിച്ചിരുന്നുവെന്ന് CPI വാഴൂർ ലോക്കൽ സെക്രട്ടറി PM ജോൺ പറഞ്ഞു. വളരെ കൃത്യനിഷ്ഠയോടെ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയനും ഉതകത്തക്ക രീതിയിൽ പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി തീരുമാനിച്ച പ്രകാരമുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം സജീവ സാന്നിധ്യം ഈ മരണം വരെ പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വാഴൂരുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് 22-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം മലയോര മേഖലയിൽ, ഹൈറേഞ്ച് മേഖലയിൽ തോട്ടം തൊഴിലാളികളെ, തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം 22-ാം വയസ്സിലാണ് ഹൈറേഞ്ച് മേഖലയിൽ അദ്ദേഹം പോകുന്നത്. അന്ന് മുതലുള്ള പ്രവർത്തനം വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നത്. തൊഴിലാളി പ്രസ്ഥാനത്തിനും തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം നേരിട്ട മൃഗീയമായ ക്രൂര മർദ്ദനത്തിന് പോലും ഇടയായിട്ടുണ്ട്. ആ പ്രവർത്തന കാലഘട്ടങ്ങൾ മുഴുവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാഴൂര് ജനിച്ചു എങ്കിൽ തന്നെയും പീരുമേടിൻ്റെ ഒരു ദൈവം എന്ന നിലയ്ക്ക് അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സോമചേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് നടന്ന ബ്രാഞ്ച് സമ്മേളനം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാനം ബ്രാഞ്ച് സമ്മേളനത്തിന് എൻ്റെ ഭവനത്തിലാണ് ആ ബ്രാഞ്ച് സമ്മേളനം നടന്നത്. വാഴൂര് 2 ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഒന്ന് 17-ാം മൈലിലും അടുത്തത് കാനത്തിലുമായിരുന്നു. കാനത്തിൽ എൻ്റെ കുടുംബത്താണ് ആ ബ്രാഞ്ച് സമ്മേളനം നടക്കുകയും എൻ്റെ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും ഒപ്പം നിന്ന് പടമെടുത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ മൊബൈലിലും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനം
പീരുമേട് ഹൈറേഞ്ച് മേഖലയിലായിരുന്നേലും തൻ്റെ ജന്മസ്ഥലം വാഴൂർ എന്നുള്ള ആ കാഴ്ചപ്പാടിൽ പ്രവർത്തനത്തിനെല്ലാം ഞങ്ങൾക്ക് ഒരു ഗുരുതുല്യനായി മുന്നോട്ട് പോകുവാൻ സോമൻ ചേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. സോമൻ ചേട്ടൻ്റെ നിര്യാണം അവസാന കാലഘട്ടം വരെയും തൊഴിലാളി പ്രസ്ഥാനത്തിനും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെയാണ്. ഇന്നലെയും നടന്ന സംഭവം സർക്കാരിൻ്റെ ഔദ്യോഗിക മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആ സംഭവത്തിൽ വാഴൂർ ലോക്കൽ കമ്മിറ്റി അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തും വളരെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് വാഴൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരനായ പ്രിയ നേതാവിന്റെ വിയോഗം വാഴൂരുകാർക്കും വേദനയായി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മൂവാറ്റുപുഴയിൽ മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ നട്ടെല്ലിനും കഴുത്തിനും ഗുരുതര പരിക്ക്. കസ്റ്റഡി മർദ്ദനത്തിനെതിരെ യുവാവ് മുഖ്യമന്ത്രിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകി. വയറിംഗ് തൊഴിലാളിയായ പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ അമൽ ആന്റണി ആണ് ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നെന്ന് പരാതി നൽകിയത്. കഴിഞ്ഞ 12-ന് ഉച്ചയ്ക്ക് അമ്മയ്ക്കും ഭാര്യയ്ക്കും 1 വയസ്സുള്ള മകൾക്കുമൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ 4-അംഗ പോലീസ് സംഘം വീട്ടിലെത്തിയാണ് അമലിനെ കസ്റ്റഡിയിലെടുത്തത്. നഗരത്തിലെ കടയിൽ നിന്ന് ബാറ്ററി മോഷണം നടത്തിയെന്നായിരുന്നു ആരോപണം. മോഷണം നടത്തിയിട്ടില്ലെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും നാട്ടുകാരും ബന്ധുക്കളും നോക്കി നിൽക്കെ അമലിനെ ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. പെരുമ്പല്ലൂർ മുതൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ എത്തും വരെ വാഹനത്തിൽ വച്ചും പോലീസ് സ്റ്റേഷനിൽ സെല്ലിലിട്ടും മർദ്ദിച്ചു. പിന്നീട് നടന്ന വിശദമായ അന്വേഷണത്തിൽ ബാറ്ററി മോഷ്ടിച്ചത് അമൽ അല്ലെന്ന് വ്യക്തമായതോടെ പോലീസുകാർ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് തിരികെ വിടുകയായിരുന്നുവെന്നും പരാതിയിലുണ്ട്. ത്തിൽ ഒരാൾ വന്ന് എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. രാവിലെ വർക്കിന് പോയിരുന്നു. അതിനോടൊപ്പം രാവിലെ ബാറ്ററി നമ്മുടെ ഉപയോഗിച്ചിരുന്ന ബാറ്ററി ഡെഡ് ആയപ്പോൾ മാതാപിതാക്കളുടെ മുമ്പാകെ നമ്മളെ വാഹനത്തിൽ കയറ്റി നമ്മൾ കൊണ്ടുകൊടുത്തു. അതിനുശേഷം തുടർന്ന് വർക്കിനായിട്ട് ആയവന സ്ഥലത്ത് പോയി. എന്നിട്ട് തിരിച്ച് അവിടുത്തെ വർക്ക് കഴിഞ്ഞ് തുടർ വർക്കിനായിട്ട് തിരിച്ച് 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തി വാഹനം ഓടിച്ച്. അതിനുശേഷമാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുൻപരിചയമില്ലാത്ത ഒരാൾ സിവിൽ ഡ്രസ്സിൽ വന്ന് എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ പോയ വിവരങ്ങൾ ഞാൻ വെളിപ്പെടുത്തി. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇന്ന് കൊണ്ടുകൊടുത്ത ബാറ്ററി എവിടെ നിന്ന് മോഷ്ടിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ച സാധനമല്ല, നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം വസ്തുവാണ്. ഞാൻ കടയിൽ കൊണ്ടുകൊടുത്തു, നിലവിൽ വർക്ക് ചെയ്യുന്നില്ല, പുതിയത് വാങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ബലമായിട്ട് വീടിന് വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും തുടർന്ന് അപ്പുറേ റോഡിനോട് ചേർന്ന് ഒരു പോലീസ് വാഹനം കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. അത് നിലവിൽ ആ വാഹനം മുറ്റത്തേക്ക് കയറി വരികയും അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി എന്നോട് വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു, എന്തിൻ്റെ അടിസ്ഥാനമാണ് എന്നെ കൊണ്ടുപോകുന്നത്? എനിക്ക് പരാതിയോ യാതൊരു രേഖകളോ എന്നെ കാണിച്ചു തന്നിട്ടില്ല. ഇത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരെ വീട്ടിൽ കയറി നോക്കുവാനോ യാതൊന്നും ചെയ്യുന്നില്ല. ബലമായിട്ട് അവർ 4 പേര് ചേർന്ന് എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും പിടിച്ച് ബലമായി തിരിക്കുകയും മുറ്റത്തെ കൂടെ ചെരുപ്പ് ധരിച്ചിരുന്നില്ല. എന്നെ മൃഗീയമായി വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യ ശ്രമത്തിൽ തന്നെ എൻ്റെ കാല് മുറിഞ്ഞ് ഒത്തിരി ബ്ലഡ് തന്നെ പോയി. അതിനുശേഷമാണ് എനിക്ക് അവർ ചെരുപ്പിടാൻ അനുവദിച്ചത്. തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് അവർ ബലമായിട്ട് തള്ളി കയറ്റുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷം വാഹനത്തിനുള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് എൻ്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ച് നിർത്തിയിട്ട് അവർ മുതുകിനിട്ടും കഴുത്തിൻ്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദനമേറ്റത്. ആ മർദ്ദനത്തിൽ എനിക്ക് 2-3 മിനിറ്റത്തേക്ക് വേദന സഹിക്കാണ്ട് എനിക്ക് മെമ്മറി നഷ്ടപ്പെട്ടു. അതിനുശേഷം നേരെ മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എടുക്കുവാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നേരെ 5 മിനിറ്റിൻ്റെ നടപടികൾ കഴിഞ്ഞ് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ മാതാവും ഉണ്ടായിരുന്നു. വാഹനത്തിൽ ഓട്ടോറിക്ഷയിൽ മാതാവ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ബിനോയ് ഭാസ്കർ എന്ന എൻ്റെ അയൽവാസി ചേട്ടൻ അവിടെ വന്നു, കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അവരോട് സംസാരിച്ചു. ഈ പോയ ബാറ്ററിയുടെ ബില്ലുമായിട്ട് വന്ന് ഒത്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ജീവനക്കാരെ വിളിച്ച് ബാറ്ററി കൊണ്ടുവന്ന് ബില്ലുമായിട്ട് അവർ ഒത്തു നോക്കി. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അവരുടെ സാധനമല്ല ഞാൻ കൊണ്ടുകൊടുത്തതെന്ന്, എൻ്റെ സ്വന്തം സാധനമാണെന്ന്. അവരുടെ നഷ്ടപ്പെട്ട സാധനം 2023 പുതിയ മോഡൽ സാധനമായിരുന്നു. ഞാൻ നിലവിൽ കടയിൽ കൊണ്ടുകൊടുത്ത സാധനം എൻ്റെ ഉപയോഗത്തിലുള്ളതും 10 വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബീക്കൺ എന്ന് പറഞ്ഞ ബാറ്ററി ആയിരുന്നു. അതിൻ്റെ ബില്ല് കണ്ട് അവർ ബോധ്യപ്പെട്ടപ്പോൾ എന്നെ വേറെ 10 മിനിറ്റിന് ശേഷം വേറെ കാര്യങ്ങളൊന്നുമില്ല, നീ വീട്ടിലേക്ക് പോക്കോ എന്ന് പറഞ്ഞ് എൻ്റെ മാതാവിന് കൂടെ
ആ ബിനോയ് ഭാസ്കറിൻ്റെ കൂടെ തിരിച്ച വാഹനത്തിൽ എന്നെ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒത്തിരി വെയിറ്റ് എടുക്കാനോ കുനിയാനോ നോർമലി ഇങ്ങനെ ഒത്തിരി സംസാരിക്കാനോ ഇങ്ങനെ നോക്കാനോ വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ MRIയിൽ ഡോക്ടർ പറഞ്ഞത് ചതവുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സകരായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തിരിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് മുൻ കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ PJ വർഗീസ് ഉൾപ്പെടെ 7 പേരെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിലെ മൃഗാശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11നും 2 മണിക്കും ഇടയിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. പിന്നീട് മുനിസിപ്പാലിറ്റിയുടെ ABC സംഘം എത്തിയാണ് നായയെ പിടികൂടി അവരുടെ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അവിടെ വെച്ച് തന്നെ നായ പിന്നീട് ചത്തു. ചാകുന്നതിന് മുൻപ് നായയ്ക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരം ഉൾപ്പെടെ ML റോഡ്, കോടിമത എന്നിവിടങ്ങളിലാണ് നായ്ക്കൾ ആക്രമണം നടത്തിയത്. ഓണപ്പുലരിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ മൂവാറ്റുപുഴ മുടവൂരിൽ ചെണ്ടുമല്ലിപ്പാടം തീർത്തിരിക്കുകയാണ് വനിതാ കർഷകർ. മുടവൂർ ചാക്കുന്നത്ത് ക്ഷേത്രത്തിന് സമീപമാണ് ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ ചെണ്ടുമല്ലി കൃഷി നൂറുമേനി പൂവിട്ടത്. മൂടവൂർ സ്വദേശികളായ പച്ചേലിൽ തങ്ക ജോർജ്, ആശാവർക്കറായ ഭാഗമറ്റത്തിൽ സുലോചന ബിജു എന്നിവർ ചേർന്നാണ് ചെണ്ടുമല്ലിപ്പാടത്ത് നൂറുമേനി വിളയിച്ചിരിക്കുന്നത്. അത്തപ്പൂക്കളത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത പൂവാണ് ചെണ്ടുമല്ലി. മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. തൊഴിലുറപ്പ് തൊഴിലിൽ ഉൾപ്പെടുത്തിയാണ് ഈ കർഷകർ തങ്ങളുടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. പായിപ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് പ്രഭാകരൻ ചെണ്ടുമല്ലി പൂന്തോട്ടത്തിലെത്തി കർഷകരെ അഭിനന്ദിച്ചു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നതെന്ന് വനിതാ കർഷകർ പറഞ്ഞു. കൃഷി രീതികൾ ഈ പറമ്പ് കാടായിരുന്നു. ആദ്യമേ കാട് വെട്ടി അത് കഴിഞ്ഞിട്ട് പുല്ല് ചെത്തി 10-35 തൊഴിലാളികളെ വെച്ച് വാരം അടിച്ച് കൃഷി വെന്തിയുടെ തൈ നടുവായിരുന്നു. കപ്പ, കൂർക്ക, വെള്ളരി തുടങ്ങി നിരവധി വിളകളും ഇവർ പാട്ടത്തിനെടുത്തും സ്വന്തം സ്ഥലത്തും കൃഷി ചെയ്തു വരുന്നുണ്ട്. ചെണ്ടുമല്ലികൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിപണനം നടത്താനാണ് ഇവരുടെ തീരുമാനം. ഇതുകൂടാതെ കപ്പ, കൂർക്ക, 3 സൈസ് മധുരത്തല, ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ, മുള്ളൻ വെള്ളിരി, ഇത്രയും സംഭവം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം. കൊമ്പൻ കിരൺ നാരായണൻകുട്ടി ചെരിഞ്ഞു. SNDP യോഗം കോട്ടയം യൂണിയൻ മുൻ പ്രസിഡന്റായിരുന്ന M മധുവിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പനായിരുന്നു കിരൺ നാരായണൻകുട്ടി. 1997 മധു നാരായണൻകുട്ടിയെ സ്വന്തമാക്കുന്നത്. ഉയരവും തലയെടുപ്പും കൊണ്ടും തന്നെ ഒരു ഉത്സവപ്പറമ്പിലെ ആൾക്കൂട്ടത്തിന്റെ ആകെ കണ്ണിലുണ്ണിയാകാൻ കഴിഞ്ഞവനായിരുന്നു കിരൺ നാരായണൻകുട്ടി. കിരൺ നാരായണൻകുട്ടിയെ കൂടാതെ ഗണപതി, കണ്ണൻ എന്നീ 2 ആനകൾ കൂടി മധുവിനുണ്ട്. ബീഹാറിൽ നിന്ന് എത്തിച്ച ആനയെ പല ഉടമകൾ കൈമറിഞ്ഞാണ് മധുവിന് കിട്ടുന്നത്. ആനയുടെ വിയോഗത്തിൽ കടുത്ത ദുഃഖത്തിലാണ് ആനപ്രേമികൾ. ഈരാറ്റുപേട്ട അയ്യപ്പന് പിന്നാലെ കിരൺ നാരായണൻകുട്ടി കൂടി വിടവാങ്ങിയതിന്റെ ഞെട്ടലിലാണ് കോട്ടയത്തെ ആനപ്രേമികൾ. തിരുവല്ല മുക്കാഞ്ഞിരം സെന്റ് സ്റ്റീഫൻസ് മാർത്തോമ ഇടവക വികാരി റവറന്റ് CG തോമസിന്റെ പട്ടത്വ ശുശ്രൂഷയുടെ 40ാം വാർഷികവും സ്നേഹസംഗമവും ഈ മാസം 24 ഞായറാഴ്ച നടക്കുമെന്ന് കൺവീനർ ഡോക്ടർ ജോസഫ് ചാക്കോ അറിയിച്ചു. രാവിലെ 11-ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരള പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിനു ജോബ്, മാർത്തോമ സഭാ സെക്രട്ടറി റവറന്റ് ABT മാമൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. മുക്കാഞ്ഞിരം സെന്റ് സ്റ്റീഫൻസ് മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ 2025 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞായറാഴ്ച 11 മണിക്ക് സ്നേഹസംഗമവും ഇടവക വികാരി ബഹുമാനപ്പെട്ട റവറന്റ് CG തോമസ് അച്ഛൻ്റെ പട്ടത്വ ശുശ്രൂഷയുടെ 40ാം വാർഷികവും സമുചിതമായി ആഘോഷിക്കുന്നു. ബഹുമാനപ്പെട്ട മാർത്തോമ സഭയുടെ സഭാ സെക്രട്ടറി റവറന്റ് ABT മാമൻ അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യുന്നതും
പ്ലാനിംഗ് കോർപ്പറേഷൻ അംഗം ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തുന്നതും മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനു ജോബ് ആശംസകൾ അറിയിക്കുന്ന ഈ യോഗത്തിലേക്ക് ഏവരെയും ഹാർദവുമായി ഞങ്ങൾ ഇടവകപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആപ്പാഞ്ചിറയിൽ മനോരമ സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ പാലത്തിൽ ഇടിച്ച് അപകടം. ഇന്ന് രാവിലെ 6:30 അപകടം. നിയന്ത്രണം വിട്ട വാഹനം പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന കോട്ടയം എറണാകുളം റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ പാലമാണ് ഇത്. ഇരു സൈഡിൽ നിന്നും വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാതെ അപകടത്തിൽപ്പെടുന്ന കാഴ്ച സ്ഥിരമാണ്. ആപ്പാഞ്ചിറ റെയിൽവേ മേൽപ്പാലത്തിൽ വളരെ വീതിയും അവിടെ നിന്ന് ഇറക്കമിറങ്ങി വരുമ്പോൾ ചെറിയ പാലം ശ്രദ്ധയിൽപ്പെടുന്നതും പെട്ടെന്ന് വെട്ടിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഈ പാലം പൊളിച്ചു പണിയണം എന്നുള്ള ആവശ്യം കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ദൃശ്യന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പുഞ്ചവയലിൽ മദ്യപ സംഘം തട്ടുകടയ്ക്ക് തീയിട്ടതായി പരാതി. ടൗണിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ ബുധനാഴ്ച രാത്രി തീയിട്ടു എന്ന നടത്തിപ്പുകാരിയായ PD ദിവ്യമോളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. രാത്രി 10:30 മാങ്ങാപ്പേട്ട സ്വദേശികളായ 3 സംഘം കടയിലെത്തി മസാല ദോശ ആവശ്യപ്പെട്ടു. ദോശ ഇല്ലെന്നറിയിച്ചിട്ടും ഇവർ പരസ്പരം വർത്താനം പറഞ്ഞ് കടയിൽ ഇരിക്കുകയും ചെയ്തു. കട അടയ്ക്കാൻ നേരമായിട്ടും ഇവർ പോകാത്തതിനെ തുടർന്ന് കടയിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ അസഭ്യം പറയുകയും കടയിലെ ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കാനൊരുങ്ങുകയും ചെയ്തു. തുടർന്ന് ദിവ്യമോളും ഭർത്താവും കട വേഗത്തിൽ പൂട്ടി ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പിന്നീട് 1 മണിയോടെ കടയുടെ മുൻപിൽ തീ പടരുന്നു എന്ന വിവരം ഇവർ അറിഞ്ഞു. കടയുടെ ഷട്ടറിന്റെ ഉള്ളിലേക്ക് തീയിടാനാണ് ശ്രമം നടത്തിയത്. എന്നാൽ അകത്തേക്ക് തീ പിടിക്കാതിരുന്നതിനാൽ വലിയ നാശനഷ്ടം ഒഴിവായി. സംഭവം സംബന്ധിച്ച് അപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകി. പുലർച്ചെ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. മാങ്ങാപ്പേട്ട സ്വദേശികൾ തന്നെയാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപിച്ചാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു ഒന്നെങ്കിൽ പാഴ്സൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ കഴുകി അല്ലെങ്കിൽ ഇറങ്ങി പോയി കടയടക്കിട്ടാണ് വിഷയം ഉണ്ടാക്കി ഒരു ടീം വിഷയം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ ഒരു വിധത്തിൽ ഇറക്കിയിട്ട് ഷർട്ട് അടക്കിയൊക്കെ ചെയ്തു. ഞങ്ങൾ പണിയെല്ലാം തീർത്ത് 11:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ ഒരു 12:45 ആയപ്പോഴത്തേക്കാണ് കുഞ്ചേരിക്കൂടെ വന്ന കോഴിവണ്ടിക്കാരാണെന്ന് പറഞ്ഞ് വിളിച്ച് നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ തീ കത്തുന്നുണ്ട്, ഞങ്ങൾ ഫുള്ള് എടുത്തിട്ടുണ്ട്, അകത്തോട്ടൊക്കെ തീ പറഞ്ഞിട്ടുണ്ടോയെന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അകത്ത് ഫുള്ള് പുകയായിരുന്നു. ശകലെങ്കിലും കുട്ടികൾ അകത്തോട്ട് പോയായിരുന്നെങ്കിൽ ഭാഗം ഫുള്ള് കത്തിപ്പോയിരുന്നു. അങ്ങനെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലിനെ തെരഞ്ഞെടുത്തു. LDF സ്ഥാനാർത്ഥി ഉഷ മോഹനെ 5-എതിരെ 7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. UDFിലെ ധാരണ പ്രകാരം കോൺഗ്രസിലെ ആൻസി തോമസ് രാജിവെച്ചതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തോപ്രാംകുടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. 13-അംഗ ഭരണസമിതിയിൽ UDF 8, LDF 5 എന്നിങ്ങനെയാണ് അംഗങ്ങൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റിൻഡമോൾ വർഗീസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വോട്ടെടുപ്പിൽ സുഹറ മുഖ്യ വരണാധികാരിയായിരുന്നു. തുടർന്ന് LDFിലെ ഉഷ മോഹനനെ 5-എതിരെ 7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ഡോളി സുനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.